നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. മാന്യപ്രേക്ഷകർക്ക് ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് സ്വാഗതം. ജീവിതം ജീവിച്ചു തീർക്കുവാൻ പാടുപെട്ടിരുന്ന മലബാറിലെ ബീഡി തൊഴിലാളികളുടെ ജീവിതവും രക്തസാക്ഷിത്വവും അനാവരണം ചെയ്തുകൊണ്ട് ചെഞ്ചോരപ്പൂക്കളുടെ സഞ്ചാരം തുടരുന്നു. ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെ നേരവകാശികളായിരുന്നു എന്നും ബീഡി തൊഴിലാളികൾ. സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി സംഘടിതമായി ഇവർ നടത്തിയ സാമൂഹ്യ ഇടപെടലുകൾ ചരിത്രം ചോര കൊണ്ട് കുറിച്ചു വച്ചിട്ടുണ്ട്. ഇവരുടെ പോരാട്ടവീറിൽ ഒരു നാട് ഉണർന്നെഴുന്നേറ്റതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ചെറുത്തുനിൽപ്പിൻ്റെ വീരഗാഥ ഭാഗം 2. അടർത്തി മാറ്റാനാകാത്ത വൈകാരിക ബന്ധമുണ്ട് ബീഡി വ്യവസായവുമായി സഖാവ് പി ജയരാജന്. ജനിച്ച നാൾ മുതൽ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തൊഴിലും തൊഴിലെടുക്കുന്നവന്റെ ഹൃദയവികാരങ്ങളും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1930 കൂടിയാണ് കണ്ണൂർ ജില്ലയുടെ പല പ്രദേശങ്ങളിലും ചുരുട്ട് ബീഡി വ്യവസായങ്ങൾ ആരംഭിച്ചത്. അക്കാലത്ത് കൃഷിക്കാരുടെ മക്കൾ മറ്റ് ജോലിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തൊഴിലവസരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ചുരുട്ട് വ്യവസായവും ബീഡി വ്യവസായവും പല പ്രദേശങ്ങളിലും ആരംഭിച്ചു. ആ തൊഴിലാളികൾക്കിടയിൽ അക്കാലത്ത് തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഉയർന്നു വരികയുണ്ടായി. അങ്ങനെ സ്വകാര്യ ബീഡി മുതലാളിമാർ ഫാക്ടറി അടിസ്ഥാനത്തിലാണ് വ്യവസായം നടത്തിയിരുന്നത്. 50ഉം 100ഉം തൊഴിലാളികൾ ഒരു കേന്ദ്രത്തിൽ ജോലി ചെയ്തുകൊണ്ട് ബീഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. അതുപോലെ തന്നെ ചുരുട്ട് വ്യവസായം. എന്നാൽ പിൽക്കാലത്ത് ചുരുട്ട് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടു. ആ വ്യവസായത്തിലേർപ്പെട്ട തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. പക്ഷേ ബീഡി വ്യവസായം കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു വരികയാണ്. ആ ബീഡി വ്യവസായത്തിലാണ് പിൽക്കാലത്ത് തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെട്ടത്. മാത്രമല്ല 1939 കൂടി ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തന്നെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലേക്ക് മുന്നേറിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായിട്ടാണ് ബീഡി കമ്പനികൾ മാറിയത്. അപ്പോൾ എല്ലാ ദിവസവും തൊഴിലാളികൾ സംഘടിതമായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ വേദിയായിരുന്നു. ബീഡി വ്യവസായം ഒരു കാലത്ത് കുടിൽ വ്യവസായമായിരുന്നു. ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും അധ്യായം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. വായു കടക്കാത്ത പെട്ടികളിലാണ് ജോലി. മുറികൾക്ക് ജനലുകളില്ല. ചതുപ്പ് തറയും ചുമരുമുള്ള ഇരുട്ടുമുറികൾ. അനാരോഗ്യകരമായ സേവന വ്യവസ്ഥ. സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് 12ഉം 16ഉം മണിക്കൂർ ജോലി ചെയ്യിക്കൽ. അനിയന്ത്രിതമായ വേതനം വെട്ടിക്കുറക്കൽ. ബീഡി മേഖലയിലെ തൊഴിൽ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച 1934 റോയൽ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണിത്. ഒരു ജനതയുടെ ദാരിദ്ര്യം എങ്ങനെ സമർത്ഥമായി ചൂഷണം ചെയ്യാമെന്ന മുതലാളി വർഗത്തിന്റെ കൃത്യമായ അജണ്ടയാണ് ഈ റിപ്പോർട്ടിലൂടെ വെളിവാക്കപ്പെട്ടത്. ഒരു കാലത്ത് കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാക്കിയിരുന്ന ഒന്നാണ് ബീഡി വ്യവസായം. 50 ലക്ഷം തൊഴിലാളികളുമായി ഇന്ത്യയിലെ വൻ വ്യവസായമായി ബീഡി വ്യവസായം വളർന്നു. മുതൽ മുടക്ക് കുറവും പറയത്തക്ക യന്ത്ര സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തതും ചുരുങ്ങിയ സമയം കൊണ്ട് തൊഴിൽ വൈദഗ്ധ്യം നേടാൻ കഴിയുമെന്നതും ബീഡി വ്യവസായത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതുകൊണ്ട് തന്നെ വ്യവസായികൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ എളുപ്പമായിരുന്നു. സ്വന്തം വീടുകളിലെ ജോലിയായതുകൊണ്ട് പ്രായവും സമയവും കണക്കാക്കുകയും വേണ്ട. ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ പല സംസ്ഥാനത്തും സംസ്ഥാനത്തെ തന്നെ പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായ കൂലിയാണ് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മെയ് 25-നാണ് ഞങ്ങൾ ജോലി സ്ഥാനത്തിലേക്ക് കയറി വന്നത്. ജൂൺ 26 കൂടി
രാഷ്ട്രീയ രംഗത്തും ഭയങ്കരമായ മാറ്റം വന്നു. നമ്മുടെ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് ഏറ്റവും കൂടുതൽ ദ്രോഹകരമായിട്ട് തൊഴിലാളി വർഗത്തിന് നേരെയാണ് അന്നത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ അന്ന് 10, 23, 24 വയസ്സിൻ്റെ പ്രായമാണ്. ജീവിതത്തിൽ നല്ലൊരു ഭാഗം, നല്ലൊരു ആനന്ദകരമായ സമയമായിരുന്നു അന്ന്. 5 വർഷം കഴിഞ്ഞതിന് ശേഷം കല്യാണമെല്ലാം കഴിഞ്ഞത്. അപ്പം കുടുംബ പ്രാരബ്ധമൊന്നും അറിയാതെ കണ്ട് അന്ന് നല്ലൊരു വരുമാനവും ഒരു തൊഴിലാളി, പിന്നെ സമൂഹത്തിൽ നല്ലൊരു അംഗീകാരമായിരുന്നു അന്ന് ബീഡി തൊഴിലാളി എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികളെയാണ് കൂടുതലും ബാധിച്ചത്. ഈ സ്ത്രീകളെ വിഭാഗ സംബന്ധമായ കാര്യങ്ങൾക്ക് ബീഡി തൊഴിലാളി ആണെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാർക്കറ്റായിരുന്നു അന്ന്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രരീതിയും എല്ലാം. പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പാട് ഈ രംഗത്തേക്കായിരുന്നു അന്ന് സ്ത്രീ തൊഴിലാളികൾ കടന്നു വന്നത്. അപ്പോൾ 75 കഴിഞ്ഞ് 80, 81 കൂടിയിട്ട് അന്ന് വളരെ കുറവായിരുന്നു കൂലി. പിന്നീടത് അടിക്കടി വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം വളരെ ഐക്യത്തോടെ ഇന്ന് കാണുമ്പോൾ അന്ന് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ വളരെ ഐക്യമാണ്. വളരെ കുടുംബ ബന്ധങ്ങളെക്കാളും സാഹോദര്യ ബന്ധം, തൊഴിലാളി ബന്ധത്തിനാണ് ഞങ്ങളെല്ലാം പ്രാധാന്യം കൊടുത്തത്. കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പടയാളികൾ ബീഡി തൊഴിലാളികളായിരുന്നു. 1931 മുതൽ കോൺഗ്രസ് ക്യാമ്പിലെ വളണ്ടിയർമാർക്ക് അരി സംഭാവന ചെയ്തുകൊണ്ട് ആരംഭിച്ചതാണ് ഈ ദേശസ്നേഹം. 1940 സെപ്റ്റംബർ 15 എന്ന സംഘടിത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുതിച്ചുചാട്ടമാകുമ്പോഴേക്കും ബീഡി തൊഴിലാളികൾ സമര പോരാട്ടങ്ങളിലെ അവഗണിക്കാനാവാത്ത വിഭാഗങ്ങളായി മാറിയിരുന്നു. ഉപ്പ് സത്യാഗ്രഹം, കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, വിദേശ വസ്ത്രഷാപ്പ് പിക്കറ്റിംഗ്, ജാഥകളും മീറ്റിങ്ങുകളും സംഘടിപ്പിക്കൽ, രഹസ്യപ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ, ജീവിതം തിളച്ചുമറിയുന്നിടത്തൊക്കെ ഇവരുണ്ട്, ചോരയും ജീവനും കൊടുക്കാൻ. കാരണം അവർ ബഹുഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ചൈനയിൽ ഇത്രയും വീടിക്കാറുണ്ടോ? 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നെന്ന മാതൃഭൂമി വാർത്ത വായിച്ച് തൊഴിലാളി വിരുദ്ധനും കമ്മ്യൂണിസ്റ്റ് വിരോധിയുമായ ഈ മുതലാളി പറഞ്ഞത് കേട്ടില്ലേ? ഇത് തമാശയല്ല. ചരിത്ര താളുകളിൽ ബീഡി തൊഴിലാളികൾ തങ്ങളെ സ്വയം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിലൂടെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയും 40കളുടെ തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയും വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ നേരവകാശികളാണ് ബീഡിക്കാർ. ബീഡി ചുരുട്ട് കേന്ദ്രങ്ങൾ തൊഴിലിനോടൊപ്പം ഒരു പാഠശാല കൂടിയായിരുന്നു. വർത്തമാന സത്യങ്ങളും ഭൂതകാല ചരിത്രങ്ങളും ഭാവികാല ചിന്തകളും പരസ്പരം ചർച്ച ചെയ്ത് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ ബീഡി തൊഴിലാളികൾ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. തൊഴിലാളികളിൽ ഒരാൾ മാറി മാറി ഉച്ചത്തിൽ നടത്തുന്ന പത്രവായന ബീഡി തെറുപ്പ് കേന്ദ്രങ്ങളിലെ മാത്രം പ്രത്യേകതയാണ്. ഇവിടെ നിന്നും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ശ്രദ്ധേയങ്ങളായ പുസ്തകങ്ങളും തൊഴിലാളി വർഗ ചരിത്രവും വായിച്ചെടുത്ത അനുഭവങ്ങളുണ്ട്. ബീഡി തൊഴിലിലൂടെയാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വളർന്നു വന്നത്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പഠനക്കളരിയായിരുന്നു ബീഡി കമ്പനികൾ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഹിന്ദി ഭാഷാ പഠനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയവരാണ് ബീഡിക്കാർ. ഓരോ യൂണിയൻ ഓഫീസും ഓരോ ഹിന്ദി ക്ലാസ് മുറി കൂടിയായിരുന്നു. സോഷ്യലിസത്തെക്കുറിച്ചും വർഗസംഘടനയുടെ ആവശ്യത്തെക്കുറിച്ചും സോവിയറ്റ് യൂണിയന്റെ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീമതി കമലാദേവി ചതോപാധ്യായയുടെയും SV ഘാട്ടയുടെയും ക്ലാസുകൾ കേട്ട് വളർന്ന ബീഡി തൊഴിലാളികൾ തൊഴിലിന്റെ മഹത്വവും തൊഴിലാളി ഐക്യത്തിന്റെ അനിവാര്യതയും നന്നായി മനസ്സിലാക്കിയിരുന്നു. ചരിത്രത്തറകളിൽ തെറിച്ചു വീണ ചോര തുള്ളികൾക്ക് നമ്മോട് ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഒരു മനുഷ്യനെന്ന സാമാന്യ പരിഗണന പോലും നൽകാതെ തൊഴിലാളികളെ കേവലം അടിമകളാക്കി അടക്കി ഭരിക്കാമെന്ന മേലാളവർഗത്തിൻ്റെ കുൽസിത നീക്കങ്ങൾക്ക് നേരെയാണ് ബീഡി തൊഴിലാളികൾ പോരാടിയത്. പൊരുതി മുന്നേറുന്നതിനിടയിൽ കിതച്ചു വീണ തൊഴിലാളികളുടെ നെഞ്ചിൽ ചവിട്ടി കടന്നുപോയ അധികാരത്തിൻ്റെ ബൂട്ടുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചത് പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെ സ്വാതന്ത്ര്യദാഹമാണ്. എന്നാൽ
ഭരണകൂടത്തിൻ്റെ എല്ലാ കിരാത നീക്കങ്ങളെയും നെഞ്ചൂക്ക് കൊണ്ട് നേരിട്ട് മുന്നേറിയതിൻ്റെ നേർക്കാഴ്ചകളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം tvintimate@gmail.com.